പലവർക്കുമുള്ള അബദ്ധങ്ങൾ തീരാനും സംശയങ്ങൾ തീരാനും കാരണമാകും എന്ന പ്രതീക്ഷയിലാണ് ആ നിലക്കു തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് പല സാധാരണക്കാരും പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ നിയ്യത്തിനെ കുറിച്ചും പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ വെച്ച് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കുമ്പോ അത് സാധാരണക്കാർക്ക് കൂടുതൽ ഉപകരിക്കും. അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ സഹീഹായ നിലക്ക് മഖബൂലായ നിലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നു എന്ന് ഞാൻ പറയാൻ കാരണം പല യാത്രക്കാരായ ഗൾഫുകാരും പല കാര്യങ്ങളും ചോദിക്കുമ്പോ പലപ്പോഴും ജംആത്ത് നിസ്കരിക്കുക, കസ്റാത്ത് നിസ്കരിക്കുക പോലത്തതൊക്കെയും പലപ്പോഴും യാത്രയിൽ ആവശ്യമായി വരുന്ന കാര്യമാണ്. ചോദിക്കുന്നത് അവർ വേറൊരു വിഷയത്തിലായിരിക്കും. പക്ഷെ ചില സാധാരണക്കാര് കൂടുതലൊന്നും ഇസ്ലാമികമായ ഫിഖ്ഹിയായ വിഷയങ്ങൾ ശ്രദ്ധിക്കാത്തവരാണെന്ന് ബോധ്യപ്പെടുമ്പോ ഇന്റെ വക ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ശ്രദ്ധിക്കാറില്ലേ? അപ്പൊ പലവരും പറയാറുണ്ട് അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പല മസ്അലകളിലും പറയാറുണ്ട്. കൂട്ടത്തിൽ ഞാനൊന്ന് പറയാം. പല സാധാരണക്കാർക്കും പറ്റുന്നൊരു അബദ്ധം, മൊയ്ലിയമാർക്കോ അതല്ലെങ്കിൽ മൊയ്ലിയമാരൊപ്പം യാത്ര ചെയ്യുന്നവർക്കോ അല്ല. നമ്മൾ ഈ നിയ്യത്ത് എന്ന് പറയുമ്പോ വെറും ഫർളായ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല ചർച്ച. കസ്റാക്ക് നിസ്കരിക്കുമ്പോൾ അവരെ നിയ്യത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജംആക്ക് നിസ്കരിക്കുമ്പോ ജംആക്ക് നിസ്കരിക്കൽ തന്നെ മുന്തിച്ചും പിന്തിച്ചും ജംആക്ക് നിസ്കരിക്കലുണ്ട്. അപ്പൊ അവരെയും നിസ്കരിക്കുമ്പോ നിയ്യത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നിയ്യത്തുമായി ബന്ധപ്പെട്ട പല മേഖലകളിലേക്കും ക്ലാസുകൾ ഇറങ്ങി വരും. അപ്പോഴേ നമുക്ക് നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഈ ജംആക്ക് നിസ്കരിക്കുമ്പോ ഒരു നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണ്. ഏതെങ്കിലും കാരണം നമുക്കറിയാം, ഞാൻ എന്നും പല പ്രാവശ്യം പറയുന്നതും അതല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെയും ബോധ്യപ്പെട്ടതുമായൊരു കാര്യമാണ്. KMIC-യുടെ 90% ശ്രോതാക്കളും സാധാരണക്കാരാണ്. കുറേക്കൊരു ദീനീയായ ബന്ധമുള്ളവർ കുറവാണ്, പിന്നെ ഉസ്താദന്മാരും കുറവാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമുമായി ഇതിന്റെ ശ്രോതാക്കളായവരുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം സാധാരണക്കാരാണ്. ആ ഗൾഫിലുള്ളവർ തന്നെ അതിനാമാത്രം ഒരു ദീനീയായ ബന്ധങ്ങളിൽ ജീവിച്ചവർ ആയിക്കോളണം എന്നില്ല. നാട്ടിൽ എന്തെങ്കിലും മണൽ തൊഴിലാളികളായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളായിരിക്കാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെയോ ഒരു സാധാ തൊഴിൽ എടുത്ത് അൽഹംദുലില്ലാഹ് ഏതെങ്കിലും നിലക്ക് ഗൾഫിൽ എത്തിച്ചേർന്ന് ഗൾഫിലുള്ള റൂമിലുള്ളവരുമായി ബന്ധപ്പെട്ട് പലവരും നല്ല നല്ല കാര്യങ്ങളിലേക്ക് അടുത്തു വന്നവർ, അങ്ങനെ നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാവണമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു പറ്റം ശ്രോതാക്കൾ അൽഹംദുലില്ലാഹ് KMIC-ക്കുണ്ട് എന്ന് ചിലപ്പോൾ ഇതിന് തുടക്കം കുറിച്ച നമ്മുടെ അഹ്സൻ ഉസ്താദിനേക്കാൾ ആ വിഷയത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ആ നിലക്കൊരു സന്തോഷം രേഖപ്പെടുത്തി ഞാൻ ആ വിഷയം പറയുകയാണ്. ഏതായെന്നാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ജംആക്ക് നിസ്കരിക്കുമ്പോ അവരിൽ ഒരു നിബന്ധന എന്നോടൊരുപാട് സാധാരണക്കാർ വാങ്ങുന്നുണ്ട്, എന്നാ അത് പലവരും ശ്രദ്ധിക്കണില്ല. ഏതാ? മുന്തിച്ച് ജംആക്ക് നിസ്കരിക്കുമ്പോ ഉദാഹരണം ളുഹറിന്റെ നേരത്തെ അസറിനെ ളുഹറിനോട് കൂടെ മുന്തിച്ച് ജംആക്ക് നിസ്കരിക്കാൻ. അപ്പൊ അവിടെ ഒരു നിബന്ധന ഉണ്ട് നിയ്യത്തിൽ. എന്താ നിബന്ധന? ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന്
സലാം വീട്ടുന്നതിന്റെ മുമ്പ്, സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ 2 സലാമുണ്ട്. അതിൽ ഒന്നാമത്തെ സലാമിൽ തന്നെ അസ്സലാമു അലൈക്കും, ഇതാണ് നിർബന്ധമായ ഭാഗം. റഹ്മത്തുള്ള എന്നുള്ളതൊക്കെ സുന്നത്താണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ഒരുപാട് അബദ്ധം വരും. ഇപ്പോ ജമാഅത്ത് അവിടെ ഞാൻ ആ ഒരു മസ്അല അങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയാൻ വേറൊരു മസ്അല അവിടെ വെച്ച് തരാം. സാധാരണക്കാർക്കുള്ള ക്ലാസ്സാണ്, ഉസ്താദ്മാർ ക്ഷമിക്കട്ടോ. വിഷയം റെയില്, ഷൊർണൂരിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ റെയില് മാറും പോലെ വിഷയങ്ങൾ മാറുന്നുണ്ടോ ആരും ചിന്തിക്കരുത്. ഒരു മസ്അല തിരിയുമ്പോഴാണല്ലോ ആ മസ്അലയുമായി ബന്ധപ്പെട്ട വേറെ പലതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പോ നമ്മൾ പോയി ഒരു നിസ്കരിക്കുന്ന ഒരാളെ തുടരുകയാണ്. ഒരാള് അത്തഹിയാത്തിൽ ഇരിക്കുകയാണ്, അവൻ അവസാനത്തെ അത്തഹിയാത്തിലാണ്, അവനെ തുടരാൻ പോവുകയാണ്. എങ്കിൽ അവനോട് തുടരുമ്പോ ഒന്നാമത്തെ സലാമിലെ മീമ് ഉച്ചരിക്കുന്നതിന് മുമ്പ് തുടരൽ സംഭവിക്കണം. അല്ലാതെ ഒരാൾ ഇമാം അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്തോടാണ് ഒന്നാമത്തെ സലാം വീട്ടി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒന്നാമത്തെ സലാമിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവൻ തുടരുന്നത് നോക്കുക. അവരെ തുടർന്നാൽ ആ തുടർച്ച സഹിയല്ല, അവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. മനസ്സിലായോ? അപ്പൊ അസ്സലാമു അലൈക്കും എന്നതിലത്തെ മീം ഉച്ചരിക്കുന്നതിന്റെ മുമ്പേ തുടരൽ സംഭവിക്കണം. അപ്പൊ അവർ ഒന്നാമത്തെ സലാം വീട്ടുന്നതിന്റെ മുമ്പേ രണ്ടാമത്തെ നിസ്കാരം, ഇപ്പൊ ളുഹറും അസറും മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിലെ ഒന്നാമത്തെ സലാം വീട്ടുന്നതിന് മുമ്പായി ഈ അസറിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതിന് വരണം, നിയ്യത്ത് വരണം. എന്നാൽ ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാർ ചെയ്യുന്നത് എന്താണ്? അത് ക്ലാസ് കേൾക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെയും പറയും, വളരെ കറക്റ്റാണ് സാറേ, വളരെ കറക്റ്റാണ്. ഞാൻ മുമ്പ് ജംഇന്റെ ഒരു മസ്അല പറഞ്ഞപ്പോ പ്രവാസികളാവുന്ന ചില ആളുകൾ വിളിച്ചു, ഉംറക്കൊക്കെ പോകുന്നവർ, എന്നാ ഞങ്ങളിൽ പലവരും ഇത് ശ്രദ്ധിക്കുന്നില്ലട്ടോ, ഞങ്ങളിൽ പലവരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞവരെന്ത് ഞാൻ പറയാം. നിയ്യത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ പല സാധാരണക്കാരെന്ത് ചെയ്യും, ളുഹുറും അസറും മുന്തിച്ച് ജംആക്കി നിസ്കരിക്കും. ഓലെന്ത് ചെയ്യും, ആദ്യം ളുഹുറാണ്ട് നിസ്കരിക്കും. എന്നിട്ട് ളുഹുർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന്റെ ശേഷം എന്തു ചെയ്യും, അസർ എന്ന ഫർളിനെ ളുഹുറിനോടുകൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കും. അപ്പൊ അവരുടെ കാഴ്ചയിൽ അവർ നിയ്യത്ത് വെച്ചിരിക്കുന്നു. കാരണം മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്ന അസർ എന്ന ഫർളിനെ എന്താണ് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിയ്യത്തിന്റെ സമയം മാറിപ്പോയിട്ടുണ്ട്. ഒന്നാമത്തെ നിസ്കാരം മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോൾ 2 നിസ്കാരം വരും. ളുഹുറും അസറും മുന്തിക്കുമ്പോ ഒന്നാമത്തെ നിസ്കാരം ളുഹുറാണ്, രണ്ടാമത്തെ നിസ്കാരം അസറാണ്. മഗ്രിബിയും ഇശയും മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ നിസ്കാരം മഗ്രിബിയാണ്, രണ്ടാമത്തെ നിസ്കാരം അസറാണ്. എല്ലാവരും മനസ്സിലാക്കണം. ഇനിയിപ്പോ യാത്രക്കാരെന്നല്ല, നാട്ടിലിരുന്ന് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ ഒരു കാലത്ത് നമ്മൾ ഗൾഫിക്കോ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോ പലപ്പോഴും യാത്രയിൽ, ഇന്ന് സ്ഥിരം യാത്രക്കാരാണ് അല്ലേ, വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ചിലപ്പം പട്ടാമ്പിയിൽ കോയമ്പത്തൂർക്ക് പോകും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാംഗ്ലൂർക്കും കർണാടകയിലേക്കൊക്കെയും വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്കൊക്കെയും അങ്ങനത്തെ പല ജാതി ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏത് യാത്രയിലാണെങ്കിലും നിസ്കരിക്കണം. ആ പ്രത്യേകമായ നിസ്കാരങ്ങളാകുമ്പോൾ അതിന് നിബന്ധനകളും വരും. അപ്പൊ ഒന്നാമത്തെ നിസ്കാരം മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോൾ ളുഹുർ അസ്ർ ആവുമ്പോൾ ളുഹുർ ആയിരിക്കും ഒന്നാമത്തെ നിസ്കാരം. മഗ്രിബി ഇശ ആവുമ്പോൾ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ നിസ്കാരം വരിക മഗ്രിബി ആയിരിക്കും. ആ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കണം. അല്ലാതെ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞു ഓനെ ഈ സലാം നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് വെക്കുക. അത് ഇൻഷാ അല്ലാഹ് അത് ഒന്നാമത്തെ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ ആ നിയ്യത്ത് വെക്കാം. ആ നിസ്കാരത്തിന്റെ ഇടയിലായിട്ട് നിയ്യത്ത് വെക്കാം. ഒന്നാമത്തെ നിസ്കാരത്തിലെ ഒന്നാമത്തെ സലാമിന് മുമ്പ് നിയ്യത്ത് വരണം. അതാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ്. ഏത് മസ്അലയിലും കൗലും കീലൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം എന്താ,
അങ്ങനെ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ ഈ രണ്ടാമത്തെ നിസ്കാരമാവുന്ന അസർ അല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരമാവുന്ന ഇഷ ഇതിനെ മുന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുന്നു എന്ന് കരുതിയിലാണ് വെക്കുക. ഇനി ഓനിക്ക് എന്ത് മാർഗമില്ല, ജമാഅക്ക് നിസ്കരിക്കാനുള്ള മാർഗം അവരെ നഷ്ടപ്പെട്ടു പോയി. ഇനി ഓനിക്ക് എന്തേ പറ്റുള്ളൂ, അസറാണെങ്കിൽ രണ്ടാമത്തെ നിസ്കാരം അസറാണെങ്കിൽ അസറിന്റെ നേരത്തെ നിസ്കരിക്കേണ്ടി വരും. ചിലപ്പോ യാത്രയിൽ സൗകര്യം കിട്ടിപ്പോകുന്നില്ല. യശാ ആണെങ്കിൽ യശായിന്റെ നേരത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിയ്യത്ത് വെക്കേണ്ട സമയത്ത് നിയ്യത്ത് വെച്ചില്ല. പിന്നെ അവരൊരു ചാൻസ് അങ്ങനെ വന്നാൽ അവരൊരു ചെറിയ ചാൻസ് ഉണ്ട്. ഷാഫി മദ്ഹബിലെ ഒരു അംഗീകരിക്കാവുന്ന ഒരു കൗല്, അതായത് ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കാൻ മറന്നു, മുന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുന്നു എന്ന് അസറാണെങ്കിൽ അസറിനെ, യശ ആണെങ്കിൽ യശായിനെ മുന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കാൻ മറന്നാൽ ഈ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഒരു മാർഗമില്ല. ഞാൻ യശായിന്റെ നേരത്തെ തന്നെ നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അസറിന്റെ നേരത്ത് തന്നെ നിസ്കരിക്കേണ്ടി വരും. അവിടെ നമ്മള് ബിറിയ പോലത്തെ ഫിഖിന്റെ കിതാബ് നോക്കിയാൽ അബൂ മഖ്റൂമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ ഒരു അഭിപ്രായം കാണാം. കാരണം ഏത് നിസ്കാരവും ഒറ്റക്ക് നിസ്കരിച്ച നിസ്കാരാണെങ്കിലും ജമാഅത്തായി നിസ്കരിച്ച നിസ്കാരാണെങ്കിലും ഒന്നും കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ നിസ്കാരത്തെ ഒന്നും കൂടി ജമാഅത്തായി നിസ്കരിക്കാതെ കേപ്പ് അവിടെ കിട്ടണം. ഓ യാത്രയിൽ ഒറ്റക്കാണ്, ആളില്ലെങ്കിൽ പിന്നെ ആ കേപ്പ് കിട്ടൂല. അല്ലെങ്കിൽ ഒരു രണ്ടാളുണ്ട്, രണ്ടാൾക്ക് അബദ്ധം വന്നു, ഇനി ഓർക്ക് അടുത്ത നിസ്കാരത്തെ അതിന്റെ വക്തിൽ നിസ്കരിക്കാൻ പ്രയാസവുമാണ്. അങ്ങനെ വരുമ്പോ അവരാ നിസ്കാരം ഒന്നും കൂടി ജമാഅത്തായി നിസ്കരിക്കാം. ജമാഅത്തായിട്ട് നിസ്കരിക്കൽ മടക്കി നിസ്കരിക്കൽ വീണ്ടും സുന്നത്താണ് വക്തിലായിട്ട്. ആ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അതിൽ നിന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പേ കരുതുക, ഈ ജമ്മിന്റെ നിയ്യത്ത് കരുതുക. എന്നിട്ട് ആ സലാം വീട്ടിയ ശേഷം രണ്ടാമത്തെ നിസ്കാരത്തെ ജമാഅത്ത് നിസ്കരിക്കുക. അങ്ങനെ ഒരു കോലം അത് ഷാഫി മദ്ഹബിന് പ്രബലമായ അഭിപ്രായത്തിന് എതിരാണ്. പക്ഷെ അഭിപ്രായം നമ്മുടെ ബിറിയ പോലത്തെ ഫിഖിന്റെ കിതാബില് പറയുന്നതായി കാണാം. ഈ നിസ്കാരത്തെ ആദ്യത്തെ നിസ്കാരത്തെ ജമാഅത്തായി മടക്കി നിസ്കരിച്ചതിനു ശേഷം അതിനോട് കൂടെ ജംആക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് വിശാലമായ വിഷയത്തിലേക്ക് കടക്കുമ്പോ വിഷയം മാറിപ്പോകും. ഞാൻ ഈ ഒരു വിഷയം, ഈ ജംഇന്റെ വിഷയം ഇവിടെ കൊണ്ടുവരാൻ കാരണം പലവർക്കും പറ്റുന്നൊരു അബദ്ധാണ്. മുന്തിച്ച് ജമാഅത്ത് നിസ്കരിക്കുമ്പോ ഈ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സലാമിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് ഈ ജംആക്ക് നിസ്കരിക്കലിനെ കരുതുക, അത് പലവർക്കും വരുന്നില്ല. പലവരും ഒന്ന് നിസ്കരിക്കും, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ നേരത്തെ നിയ്യത്ത് വെക്കും. അത് നമ്മളെ ഷാഫി മദ്ഹബിൽ പ്രബലമായ മുഅ്തമദായ പ്രകാരം ആ നിസ്കാരത്തിന്റെ സുന്നത്തിനെ ബാധിക്കും. അങ്ങനെ നിയ്യത്ത് ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കാതെ സലാം വീട്ടി പിന്നെ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ നിസ്കാരം സഹിയാകുന്നില്ല. കാരണം ജംആക്ക് നിസ്കരിക്കാനല്ലോ, യഥാർത്ഥത്തിൽ അസറിന്റെ നേരത്തല്ലല്ലോ നിസ്കരിക്കുന്നത്, ലുഹറിന്റെ നേരത്താ. അപ്പൊ ലുഹറിന്റെ നേരത്തേക്ക് ജംആയി നിസ്കരിക്കുക എന്നത് സഹിയാവണമെങ്കിൽ ആ ജംആക്ക് നിസ്കരിക്കാനുള്ള നിബന്ധന പാലിക്കണം. ഒന്ന്, ഇനി പിന്തിച്ച് ജംആക്കുക. അവിടെയും ചില സാധാരണക്കാർക്ക് അബദ്ധം വരുന്നുണ്ട്. ഞാൻ ക്ലാസ് റൂമിലുള്ളവർക്ക് നല്ല പറയുന്നത്, ചില ആരെങ്കിലും ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഒരാൾക്കാരോട് വിഷയം പറയുമ്പോ ഒരാൾക്കാണ് തെറ്റു തിരുത്താൻ സാധിച്ചതെങ്കിൽ അത് നമുക്ക് ക്ലാസ്സിൽ ഉപകാരമാകുമല്ലോ. പിന്തിച്ച് ജംആക്ക് നിസ്കരിക്കുമ്പോ ലുഹറിനെ അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കുക, അല്ലെങ്കിൽ മഗ്രിബിനെ ഇശാഇന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കുക. അപ്പൊ അത് എന്ത് കരുതണം? ആ ലുഹറിന്റെ നേരത്ത് വെറും എന്ത് ചെയ്താ പോരാ, പല സാധാരണക്കാരും ചെയ്യുന്നത് അങ്ങനെ. ഞാൻ മുമ്പ് ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് പലവരും എനിക്ക് വിളിച്ചു, സാധാരണ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലത്തോ. ഇപ്പൊ ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക, അവനിക്കറിയാൻ ഇപ്പൊ വൈക്കനൊക്കെ നിസ്കരിക്കാൻ പ്രയാസമാണ്. അപ്പൊ മദീനത്ത് പോയിട്ട് പിന്തിച്ച് ലുഹറിനെ അസറിലേക്ക് പിന്തിച്ച് മദീനത്ത് പോയിട്ട് നിസ്കരിക്കാനാണ് തീരുമാനം. അങ്ങനെ തീരുമാനം കുഴപ്പമൊന്നുമില്ല.
അവിടെ മദീനത്ത് പോയിട്ട് ളുഹുർ അസ്ർ നിസ്കരിച്ചാ പോരാ. ഈ ളുഹറിന്റെ സമയം കഴിയുന്നതിനു മുമ്പ് എന്ത് വേണം? ളുഹറിനെ ഞാൻ അസറിനോട് കൂടെ പിന്തിച്ചു ജംആക്കി നിസ്കരിക്കലിനെ കരുതി എന്ന് മനസ്സിൽ ഖൽബിൽ കരുതണം. നാവേറ്റ് പറഞ്ഞാ പോരാ. നാവേറ്റ് പറഞ്ഞാ പോരാന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ചില ഈ ഗ്രൂപ്പുകാർ, ചില അമീറന്മാർ, ഉസ്താദന്മാർ ഈ യാത്രയിൽ ഈ മസ്അല പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാരും ചില ആളുകള് നാവേറ്ററണ്ട് ചെല്ലും. ഈ നാവേറ്റ് ചെല്ലുന്ന ഒരവസ്ഥ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. അതിനിപ്പോ ജമ്മിന്റെ മസല മാറി, ജമ്മും കസറും മാറിപ്പോവും. അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കില്ല. അങ്ങനത്തെ ജമ്മും കസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം അയച്ചാൽ ഞാൻ സ്വീകരിക്കുന്നതല്ല. ക്ലാസ് കഴിഞ്ഞ് നേരെന്തെങ്കിൽ അപ്പൊ നമുക്ക് പറയാം. ഈ നാവേറ്റ് ചെല്ലല് വേറെ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു സ്വഭാവം. എന്താ സ്വഭാവം? സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാണ്. പക്ഷെ കുറെ സാധാരണക്കാർ അമലത് വാത്തിലായി പോവുക. അതെന്താ? ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുക. ഈ കുറെ സാധാരണക്കാര് നാവ് കൊണ്ടത് ഏറ്റ് ചെല്ലുകയാണ്. ഖൽബിൽ അവരുടെ നിയ്യത്തിനൊരു ബന്ധമില്ല. കാരണം നിയ്യത്തിന്റെ അവിടെ 3 ഇജ്മാഅ് നടക്കുന്നുണ്ട്. റസൂലുള്ള ഉസ്താദുമാരും കൂടി ആ വിഷയം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാധാരണ ഉസ്താദുമാരോടാ പറഞ്ഞ് കിതാബോധി പഠിച്ചവരോടല്ല ഞാൻ പറഞ്ഞു. ഓരോട് പറയാൻ അർഹതയില്ല. 3 ഇജ്മാഅ്. എന്താ ഒരു ഇജ്മാഅ്? അതായത് നിസ്കാരത്തില് നിയ്യത്ത് വേണം. അത് ഇജ്മാഅ്. നിസ്കാരത്തില് നിയ്യത്ത് വേണം എന്നത് ഇജ്മാഅ്. അന്റെ ഞാൻ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഒരുപാട് ഗൾഫുകാരായ സാധാരണക്കാർ സ്ഥലം അറബിയില് നെയ്യത്ത് വെക്കുന്നില്ല. അറബിയില് നെയ്യത്ത് വെക്കുന്നില്ല. എന്താ അറബിയില് നെയ്യത്ത് വെക്കുന്നില്ല എന്ന് ഓല് പറയാൻ കാരണം എന്താ? നമ്മളെ ഈ കാറ്റിക്കൂട്ടലൊന്നും ഓല് കാറ്റിക്കൂട്ടുന്നില്ല. അപ്പൊ നമുക്ക് തോന്നിയ ഓല് നെയ്യത്ത് വെക്കുന്നില്ല. കാരണം ഓലെങ്ങനെ വരും അല്ലെ? ഇപ്പൊ മിക്ക ഗൾഫ് പള്ളികളിലുള്ള അറബികളെങ്ങനെ ഓലെന്താ ചെയ്യാറുള്ളത്? ഓല് വീട്ടിൽ നിന്ന് തന്നെ ഒളു ചെയ്ത് ദിവസമൊക്കെ മാറ്റി ഇങ്ങോട്ട് വരുന്നവരാ. ചുമക്കാണെങ്കിൽ ഞാൻ കണ്ടപ്പോ മുമ്പ് പൊന്മ ഉസ്താദ് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. അത് ഞാൻ വ്യക്തമായി കണ്ടാൻ. വെള്ളിയാഴ്ച ചുമക്കാണെങ്കിൽ ഒരു ഗുഹയുടെ മുമ്പ് വരല്ല. ഏക്കൂടെ ഓല് വരുന്നതൊന്നും കാണൂല. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ആൾക്കാർ അതേ കൂടെ എന്നല്ല ഹത്തി വന്ന് പോവുക. ഒരു റൂമിലൊന്ന് ജനങ്ങളുടെ മുമ്പ് കൂടെ മിമ്പറയിലേക്കാണ് കേരള. അപ്പൊ UAE ചെന്നപ്പോഴാണ് അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടത്. ഏക്കൂടെ വരുന്നതൊന്നും അറിയില്ല. ഒരു കാരണം ഒരു മിഹ്റാബിന്റെ ഭാഗത്തുള്ള ഒരു ദ്വാരത്തിന്റെ മുമ്പിൽ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അപ്പൊ അത് നിസ്കാരത്തിലും അവര് നമ്മളെ മാതിരി പള്ളിയിൽ വന്ന് ഒളുണ്ടാക്കുന്ന ഒരു സ്വഭാവമല്ല അറബികൾക്കുള്ളത്. അവർ വിദേശികളാണെങ്കിൽ അവരുടെ റൂമിൽ നിന്ന് തന്നെ ഒളു ചെയ്ത് വസ്ത്രങ്ങളൊക്കെ മാറ്റിച്ച് നേരെ ഇക്കാമത്ത് കൊടുക്കാൻ നേരത്ത് പള്ളിയിലേക്ക് ആ മിഹ്റാബിലേക്ക് എത്തുന്നവരുണ്ട്. അവർ വന്നിങ്ങനെ വരും. ആ മിഹ്റാബിലേക്ക് എത്തലും അല്ലാഹു അക്ബർ. അപ്പൊ നമുക്ക് തോന്നിപ്പോയി ഓർക്ക് എന്തില്ല? നിയ്യത്തില്ല. നിയ്യത്ത് ഖൽബില. പിന്നെ ചില മദ്ഹബില് ഈ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ കറാഹത്താണ് എന്ന് അഭിപ്രായമുണ്ട്. ഷഫീ മദ്ഹബ് ഞാൻ പറയാം. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കല് കറാഹത്താണെന്നും ബിദ്അത്താണെന്നൊക്കെ അഭിപ്രായമുള്ള മദ്ഹബുകളുണ്ട്. അപ്പൊ അവരാ മദ്ഹബിന്റെ അഹ്ലികാരാകുമ്പോ അവർ നാവ് കൊണ്ട് നമ്മൾ ചെല്ലും പോലെ ചില ആൾക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. ഉസല്ലിമ കാണുന്നത്. ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ രാവിലെ ഉസ്വാദിന്റെ ക്ലാസ് വാങ്ങിയപ്പോ കുറെ ആൾക്കാർ വിളിച്ച് രക്ഷപ്പെട്ടു ഉസ്താദേനാണ്. കാരണം കുറെ കാലായി ഉസല്ലിമ കാണി കെട്ടിത്തിരിച്ചു തുടങ്ങിയിട്ടാണ്. ഉസല്ലി സുബഹി സ്വലാത്ത സുബഹി. കാരണം 3 സാധകത്ത് വന്നിക്കാന് പിന്നെ ഓച്ചകളെ പറഞ്ഞിട്ട് കാര്യട്ടോ. ഉസല്ലിത്തെ ഒരു സ്വാദ്, സ്വലാത്തിലെ ഒരു സ്വാദ്, സുബഹിന്റെ ഒരു സ്വാദ്. 3 സ്വാദും പാദങ്ങത്ത് ആ മഹ്റജിൽ നിന്നിങ്ങത്ത് വരുമ്പോഴേക്ക് ഏകദേശം സുബഹി അവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഓരോ നിങ്ങൾ ഇനി അത് ഉച്ചരിക്കെന്താണ്? തൽക്കാലം നിങ്ങൾ മനസ്സിൽ മാത്രം അത് കരുതിക്കാൽ. ഇന്നത്തെ തക്ബീറത്തുൽ ഇഹ്റാം അത് ചെല്ലിക്കാൽ. അത് 2 ആഴ്ച അത് ചെല്ലുമ്പോ നിങ്ങൾ ആ വിഷമാന്ത് തീർന്നോളുന്ന. അല്ലാത്ത നമുക്ക് വിശ്വാസം പോകാൻ എന്താ പോകാതെ മാർഗം?
ഈ ഉസല്ലിമക്കാന്നും ഈ സാദുമക്കാന്നത്തും കെട്ടിത്തിരിഞ്ഞ് വെറുതെ ജമാഅത്തിന്റെ ഒന്നാം റക്അത്തും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ പറയുന്നത് നിയ്യത്ത് നിർബന്ധം നിസ്കാരത്തിൽ, അത് ഇജ്മാ. പിന്നെ കുലിയിലും മുളുവിന്റെ കവല ചില ഖിലാഫുകൾ നടക്കുന്നുണ്ട്. നിസ്കാരത്തിൽ നിയ്യത്ത് നിർബന്ധാണ്, അതിൽ ഇജ്മാ ആണ്. ഇബ്നു മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇജ്മാ മാത്രം പറയുന്ന ഒരു കിതാബ് ക്ലാസ് റൂമിലുള്ള ഉസ്താദുമാർക്ക് ഇജ്മാ മാത്രം ശാഫി മദ്ഹബിലെ അല്ലെങ്കിൽ നമ്മുടെ ഫിഖ്ഹിയായ മസ്അലകളിലുള്ള ഇജ്മാ എവിടെ ഉള്ളതിനാണെങ്കിൽ ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അൽ ഇജ്മാഉ എന്ന് പറഞ്ഞൊരു കിതാബ്. ആ കിതാബിൽ നോക്കിയാൽ നമ്മുടെ 4 മദ്ഹബിലും ഇത്തിഫാക്കായ മസ്അലകളാണ് അതിൽ കാണുക. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട മസ്അലകളാണ് ആ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. ആ കിതാബിലൊക്കെ നോക്കിയാൽ കാണാം ഇജ്മാ ആണ് നിയ്യത്ത്. നിസ്കാരത്തിൽ നിയ്യത്ത് ഇജ്മാ, നിയ്യത്തില്ലാതെ പറ്റൂല. അപ്പൊ ഞാൻ അതൊന്ന് പറയാൻ കാരണം, ഗൾഫുകാരായ അറബികൾ നിയ്യത്ത് വെക്കുന്നില്ലല്ലോ, അത് നമ്മുടെ കൽബിൽ നിയ്യത്ത് വേണം, അത് ഓൽക്കുണ്ടാവും. പിന്നെ നിയ്യത്ത് വെക്കേണ്ട സമയത്തിലും ഒരു ഖിലാഫുണ്ട്. അപ്പൊ നിങ്ങള് ഗൾഫിലെ അറബിയിലൊന്നും ഇപ്പൊ നിയ്യത്തില്ലാതെയാണോ നിസ്കരിക്കുന്നത് എന്നും പറഞ്ഞ് അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത്. ചില മദ്ഹബിൽ ഈ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കല് കറാഹത്ത് ബിദ്അത്ത് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ. പിന്നെ അതേമായിരിക്കുന്ന നിയ്യത്തിന്റെ സമയം, അത് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഫറലാവുന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫറലിൽ വെച്ച് അത് വിശദീകരിക്കും. എങ്ങനെയാണ് ഈ നിയ്യത്ത് അന്വയിപ്പിക്കേണ്ടത്, എല്ലാം പഠിക്കേണ്ട വസ്തു. കാരണം ഈ നിയ്യത്തിന്റെ അന്വയിപ്പിക്കൽ, തക്ബീറത്തുൽ ഇഹ്റാമിനോട് നിയ്യത്ത് അന്വയിച്ചു വരിക, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഹഖീഖിയായ മുഖാവനത്ത് അറബിയാണ്, സാധാരണക്കാർക്ക് തിരിയാതെ പോകും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സാധാരണക്കാരോടും അതിന്റെ അറബിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന ഫറൽ വിശദീകരിക്കുമ്പോൾ തിരിയും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ അവരെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാം. ഹഖീഖിയായ മുഖാദനത്ത്, ഹഖീഖിയായ ഇസ്തിഹ്ലാർ, അങ്ങനെ 2 ഐറ്റംസ്. പിന്നെ വേറെ എന്താണ്, ഇതാണ് ഉർഫിയായ മുഖാദനത്ത്, ഉർഫിയായ ഇസ്തിഹ്ലാർ, ഇങ്ങനെ 4 എണ്ണുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് നമുക്ക് വേണ്ടത്? ഹഖീഖിയായ മുഖാദനത്തും ഹഖീഖിയായ ഇസ്തിഹ്ലാലും ഒരു സാധാരണക്കാരനക്ക് മാത്രമല്ല വലിയ വലിയ ആലിമീങ്ങൾക്ക് വരെ സാധിക്കാത്തൊരു വിഷയമാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് നിയ്യത്ത് അന്വയിപ്പിക്കുക, അത് ഹഖീഖിയായ മുഖാദനത്തും ഹഖീഖിയായ ഇസ്തിഹ്ലാലും വേണം. അത് ഇജ്മാ. അപ്പൊ ഗൾഫിലുള്ള അറബിയിൽ നിയ്യത്ത് വെക്കാതെയാണ് നിസ്കരിക്കുന്നതിനുള്ള ആ ഒരു തെറ്റുധാരണ അവരെ കുറിച്ച് നമ്മൾ മാറ്റേണ്ടതാണ്. നമ്മൾ ചെയ്യും പോലെ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം അതൊന്ന് അറബിയിൽ ചൊല്ലി, പിന്നെ മലയാളത്തിലൊന്ന് ചൊല്ലി, പിന്നൊന്ന് കൽബിൽ കരുതി, ഇങ്ങനൊന്നും ഒരു ചെയ്യലില്ലാതെ മാത്രം. പിന്നെ അതേമാതിരി തന്നെ അവര് ചില മദ്ഹബിലൊക്കെ ഇങ്ങനെ ഈ വരുന്ന സമയത്ത് ആ കൽബിലുള്ള നിയ്യത്തും മതി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുള്ള മദ്ഹബുകളുണ്ട്. അപ്പൊ നമുക്ക് തോന്നുകയാണ് അവർ നിയ്യത്തില്ലാതെയാണ് നിസ്കരിക്കുന്നത്. കാരണം ഞാൻ ആ ഒരു മസ്അല പറയാൻ കാരണം എന്താണ് അറിയങ്ങൾ? ചില സാധാരണക്കാരിനോട് ചോദിക്കുന്നത്, ഉസ്താദെ ഈ ഗൾഫിലുള്ള അറബികളിന്റെ പിന്നിൽ തുടർ നിസ്കരിച്ചാൽ സഹിയാവോ? അതിന്റെ കാരണം ഒരു നിയ്യത്ത് വെക്കാതെയാണ് നിസ്കരിക്കുന്നത്. കാരണം ഓരോ വരിക അല്ലാഹു അക്ബർ. അപ്പൊ നിയ്യത്തില്ലാത്ത നിസ്കാരം സഹി അല്ലാന്നല്ലേ നമ്മുടെ മദ്ഹബ്. അപ്പൊ ഓലെ നിയ്യത്ത് വെക്കണില്ല, അപ്പൊ നമ്മളെ ഓലെ പിന്നിൽ തുടരാൻ പറ്റുമോന്ന് ഒരുപാട് സാധാരണക്കാർ വിളിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴൊക്കെ ഞാൻ ഓരോട് പറയാറുണ്ട്, ഇങ്ങനെ ഓലെ പറ്റി തെറ്റിദ്ധരിക്കല്ലേ. ഒരു നെയ്യത്ത് വെക്കലുണ്ടാവും, നെയ്യത്ത് വെക്കുന്നത് കൽബിലായതുകൊണ്ട് നമ്മൾ കേൾക്കണില്ല. ചില മദ്ഹബില് നിയ്യത്ത് ചൊല്ലൽ സുന്നത്തിൽ, വാക്കുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തില്ല, കറാഹത്താണെന്നും ബിദ്അത്താണെന്നൊക്കെ അഭിപ്രായമുള്ള മദ്ഹബുകളുണ്ട് നമ്മുടെ 4 മദ്ഹബുകളുടെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അത് കാരണം ഓരോ മാലിക്കി മദ്ഹബോ അല്ലെങ്കിൽ ഹനഫി മദ്ഹബൊക്കെ ആയതുകൊണ്ട് അവർ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നില്ല. അവര് ഞാനൊരു കാര്യം പറയാൻ,
കാരണം നമ്മുടെ സാധാരണക്കാരിൽ നല്ലൊരു വിഭാഗം ആളുകള് ഈ നാവുകൊണ്ട് ഉച്ചരിക്കലാണ് നിയ്യത്ത് എന്ന് മനസ്സിലാക്കി വെച്ചേടത്താണ് ഈ കുഴപ്പങ്ങളൊക്കെയും വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് നിയ്യത്ത് വേണം. അത് നിസ്കാരത്തിൽ ഇജ്മാഅാണ്. മറ്റ് വിഭാഗത്തുകളുടെ കാര്യത്തിലൊക്കെ ചില ഖിലാഫുകൾ ഉണ്ടായേക്കാം. പക്ഷെ നിസ്കാരത്തിലെ നിയ്യത്ത് വേണം എന്നതിൽ ഇജ്മാഅാണ്. ഇനി ഞാൻ പറയുന്നത് എന്താ, ആ നിയ്യത്ത് ഖൽബിൽ വേണം എന്നതും ഇജ്മാഅാണ്. എന്താ ഞാൻ ഈ ഒരു എല്ലാം ശ്രദ്ധിക്കണം. ഇത് നമ്മളെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച കൊടുക്കാതെ മറ്റു ചില ഇബാദത്തുകളെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. നിയ്യത്തിന്റെ മഹല് അത് ഖൽബാണ്. ആ വിഷയത്തിലും ഇജ്മാഉണ്ട്. ഞാൻ എന്താ അത് പറയാൻ കാരണം, ഒന്ന് നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. നമ്മുടെ നോമ്പിന്റെ നിയ്യത്ത് ചൊല്ലിക്കൊടുക്കല്. കാരണം ഒരു വിവരമില്ലാത്ത കുറെ സാധാരണക്കാർ റംസാനായ നിസ്കരിക്കാൻ വരും. ഒരു തീരെ പള്ളിയുമായി ഒരു ബന്ധമില്ല. ഓല് ആ റമളാൻ ആവുമ്പോ അതിന്റെ ആദ്യത്തെ 10 മാത്രം. പിന്നെ ആദ്യത്തെ 10 കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം അതിന് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ആരോ പെരേന്ന് ഉന്തി അയച്ചതാ. ഉമ്മ എടാ റംസാനല്ലേ, ഒന്ന് പള്ളിക്ക പോയി കുമ്പിട്ടോക്കാം. അല്ലെങ്കിൽ പെണ്ണുങ്ങള് എടാ ഒന്ന് പോയി പള്ളിക്ക പോയി കുമ്പിട്ടോക്കാന്. അങ്ങനെ ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ ഒരു പള്ളിക്കൊക്കെ വരും. ഇനി ഓരോ പഴയ മാതിരി ഓരോ വാട്സാപ്പും ഫേസ്ബുക്കും കലിന്തിരിയും ഓഗോത്തും ഇരിക്കലേക്കാരെ പള്ളിക്കല ഉസ്താദം ചെയ്യും. തറാവീസ്കാരം കഴിഞ്ഞ നവൈറ്റ് സൗമാദി അന്നതായി അന്ന ഞാൻ കരുതി, നിങ്ങൾ കരുതിയാ ഞാനും കരുതി. ഇന്ന് അങ്ങനെ കുറെ നിയ്യത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ. പക്ഷെ ആ നിയ്യത്ത് നല്ലതാണ് ചൊല്ലിക്കൊടുത്താൽ വിവരമില്ലാത്തവർക്ക് അത് പഠിക്കാനുള്ള സൗകര്യമാണ്. പക്ഷെ നമ്മൾ ബോധവൽക്കരണം നടത്തണം. ഞാൻ ഈ ചൊല്ലിത്തരുന്ന നിയ്യത്ത് നിങ്ങൾ നാവ് കൊണ്ട് മാത്രം ചൊല്ലിയാൽ പോരാ. ആ നിയ്യത്ത് ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് ഏറ്റു ചെല്ലുമ്പോൾ ആ നിയ്യത്ത് ഖൽബിൽ വരണം എന്ന ബോധം പല സാധാരണക്കാർക്കില്ല. ഞാനൊരു ആശയമായി നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ പല സ്ഥലത്തും നോമ്പ് സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ ക്ലാസുകളിലൊക്കെയും പറയുമ്പോ പല ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങൾ നാവ് കൊണ്ട് മാത്രം ചൊല്ലാറ്. കാരണം ഉസ്താദിങ്ങനെ ചൊല്ലിത്തരുമ്പോഴും തമാശ മൊബൈലുമേൽ തറാവീ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിട്ട് ഇമാമ് നിയ്യത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ കുറെ സാധാരണക്കാരുടെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചോക്കൊന്നു. ഇമാം നവൈത്തു പറയുമ്പോ രണ്ടോട്ടം തോന്നിയിട്ടുണ്ടാവും. അതിനാ മാത്രം ഒരു ഖൽബൊന്നും വെക്കില്ലല്ലോ. മൊബൈലിലേക്കും ശ്രദ്ധ, ഈ ചൊല്ലിത്തരുന്ന നിയ്യത്ത് ഖൽബിൽ വെക്കാനുള്ള ശ്രദ്ധ. ഒരാൾക്ക് ഒരു ഖൽബെല്ലാം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരാൾക്ക് 2 ഖൽബ് ഉണ്ടാവൂലല്ലോ. മൊബൈലും ശ്രദ്ധിക്കാനും ചൊല്ലിത്തരുന്ന നിയ്യത്ത് ഖൽബിൽ ഉറപ്പിക്കാനുള്ള 2 ഖൽബൊന്നും നമ്മളെപ്പോലോത്തർക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ രണ്ടാമത്തെ ഇജ്മാ എന്താണ് അറിയുമോ? അതായത് നിയ്യത്ത് ഖൽബ് കൊണ്ടാവണം. ഞാൻ ഇത് പറയുമ്പോ നല്ലോണം ഒരു 2 മിനിറ്റ് എന്റെ രക്ഷിതാക്കന്മാരോടാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ക്ലാസ് കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാൻ, അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിലൂടെ ഈ ക്ലാസ് കേൾക്കുന്ന വേറെ ഏതെങ്കിലും ശ്രോതാക്കളുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയാൻ. അതുപോലെ തന്നെ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് പലവരും യൂട്യൂബിൽ നിന്ന് ക്ലാസ് എടുത്ത് കേൾക്കുന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ കേൾക്കുന്നവരോടും ഞാൻ പറയാം. ഇന്ന് നമ്മുടെ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഖൽബിലുള്ള നിയ്യത്ത് കൊണ്ടുള്ള നിസ്കാരം ഇല്ലാതെയായി വരുന്നുണ്ട്. അത് നിങ്ങൾ സാധാരണക്കാരുമായി നിസ്കാരവുമായി ബന്ധപ്പെട്ട മസാലകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെടും. അല്ലാതെ അവരുടെ ഖൽബിലുള്ള കാര്യം എനിക്കിപ്പോ ഈ ക്ലാസ് റൂമിൽ ബോധ്യപ്പെടുത്താൻ പറ്റൂല. ഒന്നുണ്ടാക്കിയിട്ട് വരിക, പെട്ടെന്നൊരു നാവേച്ചൊരു ചെല്ലൽ അല്ലാഹു അക്ബർ. പല സഹോദരിമാരേക്കൊന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാനൊരു ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. ഒരു നാവ് കൊണ്ട് മാത്രം അതിങ്ങനെ ഉസല്ലി ഫാളുഹിരി ളുഹർ എന്ന ഫാളിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് മാത്രം ചൊല്ലി ഒരു അല്ലാഹു അക്ബർ വരുന്നുണ്ടോ? ഈ ഉസല്ലി ഫാളുഹിരി എന്ന് പറയുന്നത് ഖൽബിൽ ഉറപ്പിക്കൽ വരുന്നുണ്ടോ എന്നൊരു തോന്നല്
കേട്ട് ആർക്കെങ്കിലും അബദ്ധമെങ്കിൽ പറയണം. ഞാനിതൊന്നും കൂടി പറയാൻ, ഈ നിയ്യത്ത് കൽബിൽ വരണം എന്ന് പറഞ്ഞിടത്ത് ഈ ഉംറക്ക് പോകുമ്പോ അമീറന്മാരെന്തൊരു ഇഹ്റാം ചൊല്ലിക്കൊടുക്കണം. ഒരു ഇഹ്റാം ചൊല്ലിക്കൊടുക്കാനാണ് ചിലർ പറയും. അത് ഉസ്താദ് ഇഹ്റാം ചൊല്ലി തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നിട്ട് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഇഹ്റാം ചൊല്ലി തന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്റാം എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നോട് പല സാധാരണക്കാരും വന്നിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. അത് ഉസ്താദ് ഇഹ്റാം ചൊല്ലി തന്നു. നാഷണൽ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ടോ? അത് വളരെ സത്യ അല്ല ചോക്ക്. ഈ ഇഹ്റാം ഉസ്താദ് ചൊല്ലി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇഹ്റാം എന്താണ്? ഈ പോകുന്ന കൗമിന് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ? ക്ലാസിന്റെ കുറവാണ്. മുമ്പൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇഹ്റാം ചെയ്തിട്ട് ഇഹ്റാമിനാണ് എന്താ? ഇഹ്റാമിനാണ് പലരും മനസ്സിലാക്കിയത് വേഷം ധരിക്കാനാണ്. ഹജ്ജിന്റെ ഇഹ്റാം, ഉംറയുടെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കല, അല്ലെങ്കിൽ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഇഹ്റാം എന്താണ് നിയ്യത്ത് വെക്കല. പിന്നെ ഇഹ്റാമിന്റെ വേഷം ആണുങ്ങളാവുമ്പോ ഇന്ന കോലത്തിൽ, പെണ്ണുങ്ങളാവുമ്പോ ഇന്ന കോലത്തിൽ. പല സാധാരണക്കാർ നല്ല ഉസ്താദാണ് ഇഹ്റാമൊക്കെ ചൊല്ലി തന്നത്. ഉസ്താദ് ഓരോ ഉമ്മക്ക് പോകുമ്പോൾ ഇഹ്റാം ചൊല്ലിത്തരുന്നു. അപ്പൊ അത് കരിപ്പൂരിലെത്തിയാണ്. കരിപ്പൂരിലെത്താൻ നേരത്തൊരു ക്ലാസ് കൊടുക്കലുണ്ട്, നല്ലതാണ്, ഞാൻ അതിനെ എതിർക്കല്ല. പക്ഷെ ആ ക്ലാസ് കൊടുക്കുമ്പോൾ മുഖം കാണാൻ പറ്റൂല, അത് വേറെ മോശമല്ല. ഈ കുറെ മൊയ്ലിയന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മക്ക് പോകുമ്പോ പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കാനാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് മൊയ്ലിയന്മാരുണ്ട്. ഇതുപോലെ മുഖത്ത് നോക്കിയിട്ട് സ്വന്തം പെങ്ങന്മാരോ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നതാണ്. അത് വേറെ കാര്യം, നമ്മൾ വിഷയം അതല്ല. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്യും? അമീർ എന്ത് ചെയ്യും? ഉമ്മക്ക് ഉള്ള കുറെ പെണ്ണുങ്ങളെ അത് വിളിക്കും. നല്ല ശ്രദ്ധിച്ചോളി. ഈ ക്ലാസ്സിന് എന്താ പറഞ്ഞ നിയ്യത്ത് എന്ന് പറയുമ്പോ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. നിയ്യത്ത് എന്ന് അല്ല, ഈ ഉമ്മന്റെ ക്ലാസ്സിൽ എന്താ നടക്കുന്നത്? ഒരൊറ്റ ക്ലാസ്സാണ് പല ഉമ്മ ഗ്രൂപ്പിലും കൊടുക്കുന്നത്. ഒരൊറ്റ ക്ലാസ്, ഒരു 2-2.5 മണിക്കൂർ. കുറെ ആൾക്കാർ നേരം വൈകിട്ട് വരും, കുറെ ആൾക്കാർ ആദ്യം വന്ന് പകുതിയായ ഒരു നീച്ചു പോവും. ഇതാണിപ്പോ ഇന്ന് പല ഉമ്മന്റെ അവസ്ഥ. ഇന്നത്തെ ആ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് എന്താ? കുറച്ചൊക്കെ യാത്രാ സംബന്ധമായ നിയമവശങ്ങൾ അത് പറഞ്ഞു കൊടുക്കും. ബാക്കിയൊക്കെ ഇനി ഇഹ്റാമിന്റെ അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കരിപ്പൂരിൽ എത്തിയിട്ട് വിമാനം കയറാനായിട്ട് പറയാന്ന് പറയും. അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എത്തിയിട്ട് നമുക്ക് അവിടെ വെച്ച് പറയാം, എല്ലാവരും നാളത്തെ കാലത്ത് 12 മണിക്കാണ് ഫ്ലൈറ്റ്, 9 മണിയാകുമ്പോഴേക്ക് എത്തണം, ഇഹ്റാമിന്റെ കോലൊക്കെ അവിടെ വെച്ച് പറയാന്ന് പറയും. എല്ലാം ശ്രദ്ധിച്ചോളി. നല്ല ഇത് പറയുമ്പോ എനിക്ക് ബോധ്യമാണ് ഞാൻ ഈ പറയുന്നത് സത്യമാണ്. നിങ്ങൾക്കത് ബോധ്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാരും പറയാം ഉമ്മന്റെ ആൾക്കാർ ചിലപ്പോ ഉമ്മ ആദ്യമായിട്ട് പോയ കാലം, ഉമ്മക്ക് ആദ്യമായിട്ട് പോവുക, അല്ലെങ്കിൽ ഇത്താത്ത ആദ്യമായിട്ട് പോവുക. അപ്പൊ ഒരു 10-33 ആൾക്കാർ ഒപ്പം ഉണ്ടാവും. ഉമ്മ ആദ്യമായിട്ട് ഉമ്മക്ക് പോവുക, ഉമ്മാനെ യാത്രയായപ്പോൾ അത് പോവുകയാണ്. എല്ലാരും പാടെ പോയി. അപ്പൊ ഒരു 50-60 ആൾക്കാരൊക്കെ ഒരു ഉമ്മ ഗ്രൂപ്പിലുണ്ടാവും. എന്നിട്ട് എല്ലാരും പാടെ ഇത് വരും. കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവും, കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവൂല. എത്തിയോലെന്നെ പോകുന്നോല് യാത്ര ഇനി വന്നിട്ട് കാണാൻ നേരം വീലും തിരക്കും. അതിന്റെ ഇടയിൽ ആ മൊയ്ലിയുടെ ക്ലാസ് കൊടുക്കല്, അമീറിന്റെ ക്ലാസ് കൊടുക്കല്, എല്ലാരും ഇങ്ങോട്ട് നിൽക്കുന്ന നിങ്ങാണ്ട് എയർപോർട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലക്കാണ്ട് കൊണ്ടുപോകും. നടക്കണത് അപ്പൊ ഇന്നത്തെ ഉമ്മ ഗ്രൂപ്പിൽ നടക്കണത്. ഞാൻ ആരെയും ആക്ഷേപിക്കില്ല, ഇതൊരു സാധാരണക്കാരന്റെ അമല. സാധാരണക്കാർക്ക് ഇതൊന്നും ബോധമില്ല. ഇതൊരു അമലാണ്. ഇത് നാളെ ആഖിറത്തിൽ ഉപകാരം കിട്ടണം. ഇത് 10,000 മുടക്കിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു അമലാണെന്നുള്ള ബോധം വേണം. അങ്ങനെ എന്ത് ചെയ്യും? ഈ അമീർ ഇങ്ങനെ നവൈത്തുൽ ഉമ്മത്ത പോലത്തെ നീയത്തിന്റെ രൂപം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. കുറെ ആൾക്കാരത് കേൾക്കും, കുറെ ആൾക്കാരത് കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലായില്ല, എല്ലാവർക്കൊക്കെ മനസ്സിലായി. കുറെ ആൾക്കാർ മൊയ്ലിയത് പറഞ്ഞു കൊടുക്കുമ്പോ കുറെ ആൾക്കാർ ഒപ്പം വന്ന ഇമ്മാനേറ്റ് യാത്ര പറഞ്ഞ് പിരിയുന്ന നേരേക്കാൾ കുറെ ആൾക്കാരത് ശ്രദ്ധ ഉണ്ടാവും. കുറെ ആൾക്കാർ ഇത് ആളധികരിച്ചത് കൊണ്ട് മൊയ്ലിയുടെ ഒച്ച കേട്ടിട്ടുണ്ടാവില്ല. എല്ലാരും ഇപ്പൊ ഇഹ്റാം ചെയ്തു, ഇഹ്റാം ചെയ്തു, കേരി നെയ്ച്ച് കേരി. എന്ത് ഇഹ്റാം? നീയത്തല്ലേ? ഉമ്മക്ക് നീയത്ത് വേണ്ടേ? ഹജ്ജിന് നീയത്ത് വേണ്ടേ? അത് കൽബിൽ തന്നെ വരണ്ടേ? അത് ഏത് ഇബാദത്തിന്റെ നീയത്താണെങ്കിലും ആ ഇബാദത്തിന്റെ നീയത്ത് കൽബിലാ വരേണ്ടത്.
ആരെങ്കിലും ചൊല്ലിക്കൊടുക്കുമ്പോ നാവേറ്റൊരു ഏറ്റി ചെല്ലുക, ആ ഇടയിൽ വേറെന്തെങ്കിലും ശ്രദ്ധയിലാവുക, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടാണ് ഞാൻ അത് പറയുന്നത്. നമ്മുടെ ഈ വളർന്നു വരുന്ന മക്കളുണ്ടല്ലോ, ഈ വിഷയത്തിലേക്കും ബോധം കുറവായി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സാധാരണക്കാരുമായി ബന്ധപ്പെടുമ്പോ സാധാരണക്കാരെ മുമ്പിൽ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുമ്പോ, ഇപ്പൊ ഓൺലൈനിൽ എനിക്ക് അങ്ങനെ 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 മനസ്സിലാക്കിയതൊക്കെ റിസർച്ചാനും കൈ പൊന്തിച്ചാനും മൈക്കെടുത്ത് പറഞ്ഞാനൊന്നും പറയാനുള്ള സംവിധാനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 10-25 സാധാരണക്കാരെ മുമ്പിൽ എത്തിയിട്ട് നിയ്യത്തുമായി ബന്ധപ്പെട്ടൊരു മസലങ്ങനെ പറഞ്ഞു വെക്കുമ്പോ നിങ്ങൾ എങ്ങനെയത് മനസ്സിലാക്കിയിട്ടുള്ളത്, ചോദിച്ചു നോക്കുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു സ്ഥലത്ത് ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറയാം. സാധാരണക്കാരോട് നേരിട്ടത് ചോദിക്കുമ്പോഴാണ് അവരുടെ അബദ്ധങ്ങൾ മനസ്സിലാവുക. അപ്പൊ ഞാൻ അടുത്തൊരു ദിവസം ഒരു സ്ഥലത്ത് ക്ലാസ്സിൽ പോയി. ഇവിടെ ക്ലാസ്സിങ്ങനെ തുടക്കം കുറിക്കുന്ന ഒരു 3ാമത്തെ ക്ലാസ്സാണ്. അങ്ങനെ വിഷയം പറഞ്ഞ് ഞാനൊരു ഉദാഹരണം പറയാം. മുമ്പത്തെ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കൊന്നും ഓർമ്മ പുതുക്കാനും വേണ്ടിയിട്ട് പറയാം. അങ്ങനെ ഹൈലും നിഫാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ദിക്ക് സ്ത്രീകളെ വൈലുമത് കേറ്റി അത്യാവശ്യങ്ങൾക്ക് വിവരമുണ്ട് എന്ന് തോന്നിപ്പിച്ച് ഞാൻ ആദ്യം. എന്നിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു, 16 ദിവസം അല്ലെങ്കിൽ 17 ദിവസം ഒരു പെണ്ണിന് തുടർച്ചയായി രക്തം കണ്ടാൽ ആ പെണ്ണിന് എത്ര ദിവസമാണ് ഹൈല്, എത്ര ദിവസമാണ് ഇസ്തിഹാലത്ത്? അതിന് മുമ്പ് ഞാൻ എന്താണ് ഒരു മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 15 ദിവസമല്ലേ 15 ദിവസമല്ലേ എന്നൊക്കെ ആവുക ഉറപ്പിച്ചോളൊക്കെ പറയിപ്പിച്ച്. പിന്നെ 17 ദിവസം തുടർച്ചയായി ഒരു പെണ്ണിന് രക്തം കണ്ടാൽ ആ പെണ്ണിന് എത്ര ദിവസമാണ് ഹൈല്, എത്ര ദിവസമാണ് ഇസ്തിഹാലത്തിന് ചോദിച്ചപ്പോ ആ സദസ്സിലുള്ള 100% എന്ന് വേണമെങ്കിൽ പറഞ്ഞത് എന്താണ് അറിയങ്ങള്, 15 ദിവസം ആയാലും ബാക്കി ഇസ്തിഹാലത്തുന്നു. അങ്ങനെ ഒരു മസലുണ്ടോ? 15 ദിവസത്തിലധികം രക്തം കണ്ടാൽ ആ പെണ്ണ് ഇസ്തിഹാലത്ത് രോഗിയാണ്. ആ ഇസ്തിഹാലത്ത് രോഗി 7 രൂപത്തിലാകും. ആ 7 രൂപത്തിൽ നിന്ന് ഈ പെണ്ണ് ഏത് രൂപത്തിലാണെന്ന് നോക്കി ഹൈലും ഇസ്തിഹാലത്തും വേർതിരിക്കണമെന്നല്ലേ? അപ്പൊ ഞാൻ ഇത് പറഞ്ഞതെന്തിനാ, സാധാരണക്കാരെ മുമ്പിൽ എത്തിയിട്ട് നമ്മളത് ചോദിച്ചു നോക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ മസലയിൽ ഈ വിഷയം മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പൊ അവര് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ നമുക്കത് പറഞ്ഞു തരും. ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണെങ്കിൽ എന്നാ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റായ വശം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതേമാതിരി ഒരു സംഗതിയാണ് നിയ്യത്ത്. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ടൗണുകളിലൊക്കെ ചെന്നാൽ ഇഷ്ടംപോലെ നിസ്കാരക്കാരെ കാണാം. പക്ഷേ ഇന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാർ കൽബിലുള്ള നിയ്യത്തുമായുള്ള ബന്ധം ഒരു ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നിസ്കാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും നാവ് കൊണ്ട് ചൊല്ലിയൊരു അല്ലാഹു അക്ബർ ആവുന്നുണ്ട്. നിർബന്ധമായ കുലിയിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അതും ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ്. നിയ്യത്തിന്റെ കാര്യത്തിൽ പലവരും നാവേച്ചൊരു ചൊല്ലി വള്ളം ഒഴിക്കല് പോരാ, കൽബിലാ നിയ്യത്ത് വരണം, നാവ് കൊണ്ടല്ല പ്രശ്നം. അതുകൊണ്ട് രണ്ടാമത്തെ ഇജ്മാ എന്താവുന്നു, നിയ്യത്ത് കൽബ് കൊണ്ടാവണം, അത് ഇജ്മാ ആണ്. ഇനി മൂന്നാമത്തെ ഇജ്മാ എന്താ, കൽബ് ഗഫിലത്താവലോട് കൂടെ നാവുകൊണ്ട് ചെല്ലുന്നത് കൽബിൽ അശ്രദ്ധമാവലോട് കൂടെ നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്ത് പോരാ. അല്ല, അത് വളരെ ഇജ്മാണ്. അതായത് നാവുകൊണ്ട് ചെല്ലി, പക്ഷെ കൽബിൽ ഗഫിലത്ത് വന്നു. നാവുകൊണ്ട് ചെല്ലിയത് ഒരിക്കലും അവന്റെ കൽബിൽ വന്നിട്ടില്ല എന്ന് വെക്കുക, ആ നിയ്യത്ത് പോരാ. ആ നിയ്യത്ത് കൊണ്ട് ആ ഇബാദത്ത് സഹിയാകൂല എന്ന വിഷയത്തിലും ഇജ്മാ ആകുന്നു. ഇവിടെ വെച്ച് ഞാനൊരു കാര്യം പഠിപ്പിക്കാൻ കുറെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, വസ്വാസ് മാറിക്കിട്ടാനും ഒരു പരിധി വരെ അത് കാരണമാകും. ഒരാള് നാവ് കൊണ്ട് പറഞ്ഞത് ഒന്നും കൽബിൽ വെച്ചത് വേറൊന്നുമായി. ഈ മസലങ്ങൾക്ക് എനിക്ക് തിരിയാനാണ് ഞാൻ ഈ മസല പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരാള് അസറാണ് നിസ്കരിക്കുന്നത്. ഉദാഹരണം, അസറാണ് നിസ്കരിക്കുന്നത്. പക്ഷെ അസറ നിസ്കരിക്കാൻ പോകുന്ന ഇവൻ ഒന്നിരിക്ക മനഃപൂർവ്വം കൽപ്പിച്ചു കൂട്ടിച്ച്
നാവേറ്റ് എന്ത് ചൊല്ലി? ളുഹർ എന്ന ഫർളിനെ 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ടവനായി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഓൻ നിയ്യത്ത് വെച്ചത്. നിയ്യത്ത് വെക്കാനാണ് നാവ് കൊണ്ട് പറഞ്ഞത്. പക്ഷേ ഓൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് അവന്റെ ഖൽബിലുള്ളത് എന്താകുന്നു? അസ്വല ഫർളിനെ 4 റക്അത്ത് എന്നാണ്. നാവ് കൊണ്ട് ചൊല്ലിയത് ളുഹർ എന്ന ഫർളിനെ എന്നും ഒന്നിനിക്ക മനഃപൂർവ്വമായി അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു മസാല തിരിയാൻ വേണ്ടി പറയാ. നീ കൽപ്പിച്ചു കൂട്ടി അസ്വസ്കരിക്കുമ്പോ നാവേറ്റ് ളുഹർ എന്ന ഫർളിനെ ചെല്ലണമെന്നല്ല പറഞ്ഞേണ്ട. ഒരാൾ അങ്ങനെ ചൊല്ലീന്ന് വെക്ക, നാവ് കൊണ്ട് അവൻ പറഞ്ഞത്. അസ്വർ നിസ്കരിക്കാൻ പോകുന്ന ഇവൻ നാവ് കൊണ്ട് പറഞ്ഞത് എന്താണ്? ളുഹർ എന്ന ഫർളിനെ 4 റക്അത്ത് എന്ന് നാവ് കൊണ്ട് പറഞ്ഞ് അവൻ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അവന്റെ ഖൽബിലുള്ള നിയ്യത്ത് എന്താകുന്നു? അസ്വർ എന്ന ഫർളിനെ എന്നാകുന്നു. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ചില ആളുകൾക്കുള്ള ഒരു വിശ്വാസം, അതായത് ഇന്നൊരിപ്പോ 2-3 ആൾക്കാർ ചോദിച്ചു അസർ എന്നൊരു ഉദാഹരണം. അസറിന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഖൽബിലെ അസറിന് തന്നെയാണ്, പക്ഷെ നാവേറ്റ് ളുഹറിനെ തന്നെ പറഞ്ഞു പോയോന്നൊരു സംശയം, ഒരു തോന്നല്, അത് ഇബ്ലീസ് തോന്നിപ്പിക്കുക. ആ ഇഷ്കാരി കാണുന്നത് കത്തയിക്കാൻ. അതായത് ഓർക്ക് എന്തോ ഉറപ്പാണ്, ഖൽബിൽ അസറാണ് അവൻ നിസ്കരിക്കുന്നത്, അവന്റെ ഖൽബിൽ ഓൻ കരുതിയത് അസർ എന്ന് തന്നെയാണെന്ന് അവനിക്ക് ഉറപ്പാ. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇബ്ലീസ് ഓനങ്ങനെ സ്വീപ്പാക്കാൻ. അതാ ളുഹറിനല്ല പറഞ്ഞത്, അസറിനെ കരുതിയത്. പക്ഷെ പറഞ്ഞത് എന്താ? ളുഹർ. മസാല അറിയാത്തവൻ എന്ത് ചെയ്യും? തക്ബീർ കത്തയിക്കും. അല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ കാലോത് മസാല അറിയാത്തവൻ എന്ത് ചെയ്യും? തക്ബീറത്തിലാൻ കത്തയിക്കുന്ന നിൽക്കാനും സഹിച്ചിട്ട് ഇബ്ലീസ് ഓനെ സ്വീപ്പാക്കാനേ. ഇബ്ലീസ് പണം സ്വീപ്പാക്കാണ്. കാരണം ഇഞ്ഞോൻ അത് കത്തയച്ച് 2ാമത് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണമെങ്കിൽ അയച്ചാൻ കുഴിച്ചാൻ പണി ഇഞ്ഞും ഇഷ്ടം പോലെ എടുക്കണം. അപ്പൊ അത് അതാ ഒരു വിശ്വാസം കൂടി നമുക്ക് ഒഴിവായി കിട്ടാനാണ് ഞാൻ ഈ മസല പറഞ്ഞത്. അസറാണ് ഇവൻ, അസർ എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ്. അസറാണ് ഇവൻ നിസ്കരിക്കുന്നത്, ഓന്റെ ഖൽബിൽ കരുതിയത് അസറാണെന്ന് ഉറപ്പുമാണ്. പക്ഷെ നാവുകൊണ്ട് ഓൻ പറഞ്ഞത് ളുഹറാണെന്നൊരു തോന്നല്. ഞാൻ ളുഹറാണെന്ന് തോന്നീനല്ല, ഓൻക്ക് ഉറപ്പ. ഓൻ നാവേറ്റ് പറഞ്ഞത് ഉസല്ലി ഫർള ളുഹരി എന്നാണെന്ന് ഓൻക്ക് ഉറപ്പ. അസർ നിസ്കരിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അസർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇവന് ഉറപ്പാണ്, 2 കാര്യം ഇവനിക്ക് ഉറപ്പ. ഓൻ ഖൽബിൽ കരുതിയത് അസറാണെന്ന് ഉറപ്പ, പക്ഷെ നാവ് കൊണ്ട് ചെല്ലിയത് ളുഹറാണെന്നും ഉറപ്പ. ആ നിസ്കാരത്തിന് കുഴപ്പമില്ല. ഇത് ഒരു സുന്നത്തവണ നഷ്ടപ്പെട്ടു. ളുഹറും അസറും നാവ് കൊണ്ട് ഒരു മാറ്റം വന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ വേറെ മനുഷ്യ മസല മാറുട്ടോ. അപ്പൊ അവർ തന്നെ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓൻ അസറാണ് നിസ്കരിക്കുന്നത്, പക്ഷെ മനസ്സിൽ കരുതിയത് എന്താണെന്ന് ഉറപ്പ? ളുഹറാണെന്ന് ഉറപ്പ. അത് ഓൻക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഓൻക്ക് ഉറപ്പാണ്, ഓന്റെ ഖൽബിൽ ഓൻ കരുതിയത് ളുഹർ എന്ന ഫർളിനെ 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്നാണ് ഖൽബിൽ കരുതിയത്. അത് ഓൻക്ക് ഉറപ്പാ. പക്ഷെ നാവ് കൊണ്ട് ഓൻ ചൊല്ലിയത് എന്താണ്? അസർ എന്ന ഫർളിനെ എന്നുമാണ്. ആ നിക്കാലം ബാത്തിലാണ്, കത്തയിച്ചേ പറ്റൂ. കത്തയിക്കാന് നമ്മളെ നാദൻ ശൈലിയിൽ പറയാത്തോ. ആ നിസ്കാരം ഓൻ ഒഴിവാക്കി 2ാമത് ഓൻ നിസ്കരിക്കണം, അത് ഉറപ്പാവും. അപ്പൊ 2 കോലമ്പലുണ്ട്. അസർ നിസ്കരിക്കുന്ന ഒന്നും കൂടി ആവർത്തനം പരിവർത്തനായിട്ടേ കൂട്ടാൻ പറ്റുമല്ലോ, ബുദ്ധിമുട്ടായി ആരും കൂട്ടരുത്. അസറാണ് അവൻ നിസ്കരിക്കുന്നത്. ഈ അസർ നിസ്കരിക്കുന്ന ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓൻക്കൊരു ഇഷ്കാല് വന്നു. എന്താ ഇഷ്കാല് വന്നത്? ഖൽബിൽ അസറാണെന്നാണ് ഓൻ കരുതിയിട്ടുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് അസർ എന്ന ഫർളിനെ എന്ന് തന്നെയാണ് ഓന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് ഖൽബിൽ വന്നത്. അത് ഓൻക്ക് ഉറപ്പാണ്. പക്ഷെ ഓൻക്ക് എന്തും ഉറപ്പാണ്, നാവ് കൊണ്ട് അവൻ പറഞ്ഞത് ളുഹർ എന്ന ഫർളിനെ എന്നുമാണ്. എങ്കിൽ ആ നിസ്കാരത്തിന് ഒരു കുഴപ്പവും ഇല്ല.
കാരണം ഇവിടെ നാവ് കൊണ്ട് ചൊല്ലിയതല്ല പരിഗണിക്കുക, കൽബിലുള്ളതാണ് പരിഗണിക്കുക. കൽബിൽ എന്താണോ വന്നത് അതാണ് പരിഗണിക്കുക, നാവ് കൊണ്ട് ചൊല്ലിയതല്ല. ഇനി ഇങ്ങനെ വന്നു, അസറാണ് അവൻ നിസ്കരിക്കുന്നത്, പക്ഷെ കൽബിൽ കരുതിയത് ലുഹറാണെന്ന് ഉറപ്പാ. ഓൻ അസർ നിസ്കരിക്കുന്ന ഇവൻ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് അവൻ എന്താണ് പറഞ്ഞത്? ലുഹർ എന്ന ഫർളിനെ എന്നാണ് കരുതിയത് എന്ന് ഉറപ്പാ. പക്ഷെ ഓൻ നിസ്കരിക്കും നാവ് കൊണ്ട് ചൊല്ലിയതെന്താ? അസർ എന്ന ഫർളിനെ എന്നുമാണ്. ആ നിസ്കാരം സഹിയാവൂല. കാരണം ഓൻ നിസ്കരിക്കുന്നത് അസറാണ്, അവന്റെ കൽബിൽ വന്നത് ലുഹറാണ്, നാവിൽ വന്നത് അസറുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഇവിടെ കൽബിൽ വന്നതാണ് പരിഗണിക്കുക. അതുകൊണ്ട് കൽബിൽ എന്താണോ വന്നത് അസറാണെന്നാണ് കൽബിൽ വന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് ഓ നിസ്കരിക്കുന്നതും അസറാണ്. അപ്പോൾ ഒരു തോന്നല് ആവുന്ന നെയ്യത്ത് വെക്കുന്ന സമയത്ത് ഒന്നു എത്ര മിനിറ്റ് പോയി? ഞാന് കൂടുതൽ പോയോ? മസാലയാണ്. ഈ മസാല പറയുമ്പോ അതിന്റെ ഇടയിൽ കത്ത് വന്നാല് ചില കാര്യങ്ങൾ സെക്കൻഡ് അത് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ 3 കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി. ഇനി ഗൾഫുകാരായ അറബികള് നിയ്യത്ത് വെക്കലില്ല, പോലെ പിന്നീട് തുടരാൻ പറ്റുമോ എന്നുള്ള ഇഷ്കാലേറ്റ് ആരും വരരുത്. ഈ ക്ലാസ് കേട്ടോ, അവര് നിയ്യത്ത് വേണം. അത് എല്ലാ മദ്ഹബും ആ വിഷയത്തിൽ ഇജ്മാ ആണ്. നിസ്കാരത്തിൽ നിയ്യത്ത് വേണം. പക്ഷെ നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർളിനെ എന്നാണ് കരുതിയത് എന്ന് ഉറപ്പാ. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നാവ് കൊണ്ട് ചൊല്ലിയതെന്താ? അസർ എന്ന ഫർളിനെ എന്നുമാണ്. ആ നിസ്കാരം സഹിയാവൂല. കാരണം നിസ്കരിക്കുന്നത് അസറാണ്, അവന്റെ കൽബിൽ വന്നത് ലുഹറാണ്, നാവിൽ വന്നത് അസറുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഇവിടെ കൽബിൽ വന്നതാണ് പരിഗണിക്കുക. അതുകൊണ്ട് കൽബിൽ എന്താണോ വന്നത് അസറാണെന്നാണ് കൽബിൽ വന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് ഓ നിസ്കരിക്കുന്നതും അസറാണ്. അപ്പോൾ എത്ര മിനിറ്റ് പോയി? ഞാന് കൂടുതൽ പോയോ? മസാലയാണ്. ഇങ്ങനെ ഇബ്ലീസ് കളിക്കുമ്പോ കുഴപ്പാ. ഇബ്ലീസ് കളിക്കുന്ന എനിക്ക് ഉറപ്പാ. നിങ്ങൾ ഈ ശൈത്താൻ അളക്കുമ്പോ ചില രോഗികൾ എന്ത് ചെയ്യും? കാറ്റിക്കൂട്ടല് കാണും. കാരണം ശൈത്താൻ ഇങ്ങനെ ആ മേത്ത് നിന്നിട്ട് ഇറങ്ങുമ്പോ ചില മൊയ്ലിയന്മാര് ചികിത്സ നടത്തുമ്പോ ഈ ശരീരത്തിൽ എന്റെ പിടുത്തം വിടാൻ ഈ ശരീരത്തില് എന്റെ പിടുത്തം വിടാൻ പോകാനാകുമ്പോ അളക്കലും പതച്ചലും പൂക്കലും ഒക്കെ ശൈത്താൻ ഇറങ്ങുമ്പോ എന്ന മാതിരി ഒരുപാട് സാധാരണക്കാരുടെ നിസ്കാരം സഹിയാകുന്ന ഒരു മസലയാണ്.
റഹ്മാനായ റബ്ബേ, എന്തായാലും ആ ഷെയ്ത്താൻ നല്ല പിടുത്തായ പിടിച്ചിട്ടുള്ളത്. ആ ഷെയ്ത്താനെ നല്ല പിടുത്തായ പിടിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെ സൗഖ്യത്തിൽ കളി ഉണ്ടാവില്ല. ഇബാദത്ത് ശരിയാവണമെങ്കിൽ അപ്പൊ ഈ ഹുൻസുബ് എന്നത് ശൈത്താനത് പിടിച്ചവയ്ക്കാം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് നിയ്യത്ത് ശരിയായിട്ടില്ല പോലത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാ നിയ്യത്ത് ശരിയായിട്ടില്ല എന്നൊക്കെയല്ലേ ഈ തോന്നലുണ്ടല്ലോ. അത് ഹുൻസുബ് എന്നത് ശൈത്താന്റെ കലിയ. അതെന്താ കളിക്ക് കാരണം? ഒന്നിരിക്കുമ്പോൾ എനിക്ക് ഫിഖിഹിയായ മസ്അല ചെയ്യാത്തത് കൊണ്ടാണ്. ഫിഖിഹിയായ മസ്അല രതിക്ക് ഭരിച്ചാൽ ഒരു ശൈത്താനും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് ഈ നിയ്യത്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കൽപ്പിക്കൂല. അപ്പൊ നിയ്യത്ത് ശരിയാകുന്ന രൂപം എങ്ങനെയാണ്? എന്തൊക്കെ അതിന് നിർബന്ധമുള്ളൂ. പച്ചോനെ കുറെ സാധാരണക്കാർ ഈ ക്ലാസ് കേട്ടാൽ ഈ കൗമ് നിക്കാലത്തിൽ പോലെ കൽപ്പിക്കാൻ കൂടില്ലല്ലോ എന്നൊരു ബേരാല് ഹുൻസുബിനുണ്ടാവും. അള്ളാഹു ഹുൻസുബന്റെ ശൈത്താനിനെ ആട്ടി ഓടിച്ച് ഇഖ്ലാസോട് കൂടെ ഭയഭക്തിയോട് കൂടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പൊ നോക്കിങ്ങള് ഈ ലോഹല് അപ്പൊ ഞാന് ഈ ഗഫ്ലത്തുൽ ഖൽബ്, അതായത് കൽബ് അശ്രദ്ധമാവലോട് കൂടെ നാവ് കൊണ്ട് എന്തെങ്കിലും ചൊല്ലി ആ ചൊല്ലിയത് കൊണ്ട് നിയ്യത്ത് ഇബാദത്ത് ശരിയായിക്കോന്നില്ല. ഇബാദത്ത് ശരിയാവണമെങ്കിൽ നിയ്യത്ത് വേണം. ആ നിയ്യത്ത് കൽബിൽ വരണം. അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ 2 മസ്അല പറഞ്ഞത്. ഒന്ന്, അസ്ർ നിസ്കരിക്കാൻ നിൽക്കുന്നവനാണ് അവൻ അസ്ർ എന്നാണ് കരുതിയത് എന്ന് ഉറപ്പാ. നാവ് കൊണ്ട് എന്താണ് ളുഹ്റിനാ പറഞ്ഞത് എന്ന് ഉറപ്പാ. നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് അസ്റാണ് അവൻ നിസ്കരിക്കാൻ നിൽക്കുന്നത്, കൽബിലുള്ളത് ളുഹ്റാണെന്ന് അവൻക്ക് ഉറപ്പാ. പക്ഷെ നാവ് കൊണ്ട് പറഞ്ഞത് അസ്റാണെന്നും ഉറപ്പാ. എങ്കിൽ ഇവിടെ കൽബിൽ വന്നതാണ് പരിഗണിക്കുക, നാവിൽ വന്നതല്ല പരിഗണിക്കുക. അത് ആ ഒരു മസ്അല തിരിയാൻ വേണ്ടിയിട്ട്, ഗഫ്ലത്തുൽ ഖൽബ് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 മസ്അല പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിസ്കാരം 2 ഐറ്റംസ് ഉണ്ട് അല്ലേ? നിസ്കാരം 2 ഐറ്റംസ് ഉണ്ട്. ഫറളുണ്ട്, സുന്നത്തുണ്ട്. ഫറളിൽ അബൂ സിനാൻ ഉസ്താദ് വന്നു, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇതൊരു ഒപ്പം കെട്ടിഞ്ഞ് ഇപ്പൊ 4 മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ കരസ്ഥമാകുന്നുള്ളതാണ്. നിസ്കാരം 2 വിധം. ഒന്ന് ഫറള്, മറ്റൊന്ന് സുന്നത്ത്, നഫ്ല്. ആ നഫ്ല് തന്നെ 2 വിധമുണ്ട്. ഒന്ന് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത്, മറ്റൊന്ന് മുത്തലക്കൽ സുന്നത്ത്. അതിന് ഈ 3നും നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. ഫറള് നിസ്കാരമാവുമ്പോ അവിടെ നിർബന്ധമായത് ഇന്നതൊക്കെ. മുഖയ്യതായ സമയം നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ കാരണം മുതയ സുന്നത്ത് നിസ്കാരമാവുമ്പോൾ അതിന്റെ നിയ്യത്തിൽ നിർബന്ധമായത് ഇന്നതൊക്കെ. മുത്തലക്കൽ സുന്നത്ത് നിസ്കാരമാകുമ്പോൾ അതിൽ നിർബന്ധമായത് ഇന്നതൊക്കെ. അങ്ങനെ മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താണെന്നറിയും? ചില കാരണം മുതയ ചില സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരം മുത്തലക്ക സുന്നത്ത് നിസ്കാരത്തിന്റെ ഹുക്കുമിൽ വരും. ഒരൊറ്റ 2 റക്അത്തേക്ക് 6 സുന്നത്ത് കരത്താക്കാൻ പറ്റും മിനിമം. നിസ്കരിക്കുന്നത് ആകെ 2 റക്അത്താ. പക്ഷെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സുന്നത്ത് നിസ്കാരത്തിലെ നിയ്യത്തിന്റെ രൂപം, ഫറള് നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ രൂപം, അതിൽ ഓരോന്നിലും നിർബന്ധമാവുന്ന രൂപങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മനസ്സിലാക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്, നമ്മളെ ജംഇന്റെ നിയ്യത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. പലവർക്കും അബദ്ധം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗഫ്ലത്തുൽ ഖൽബ്, പലവരും നാവുകൊണ്ട് ഇങ്ങനെ പറയും, പക്ഷെ കൽബിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് ആ നിയ്യത്തുമായി ബന്ധമില്ലെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം ആ നിസ്കാരം അവിടെ സഹിയാവുകയില്ല. അത് വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ബോധവൽക്കരണം നടത്തേണ്ട ഒരു ഭാഗമായി അത് മാറിയിട്ടുണ്ട്. പലവരും വരുന്നു,
പെട്ടെന്ന് തക്ബീർ നാവ് കൊണ്ട് ചെല്ലുന്നത് അല്ലാഹു അക്ബർ ആയി പോകുന്നുണ്ട്. നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ അവരുടെ നിസ്കാരം സഹിയാവാതെ പോയാൽ ആഖിറത്തിൽ രക്ഷിതാക്കന്മാരാവുന്ന നമ്മൾ അതിന് കുറ്റക്കാരാകും എന്ന് മാത്രം ഉണർത്തി അല്ലാഹു ആഫിയത്തുൽ ആയുസ് നമുക്കെല്ലാവർക്കും നൽകി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെയും ആഖിറത്തിൽ മഖബൂലായി തീരുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ ചെയ്ത് അബൂ സിനാൻ ഉസ്താദ്